ഹലോ മൈഡിയേഴ്സ്, ഇപ്പോൾ കൊച്ചിയിൽ ഫ്ലവർ ഷോ കാണാൻ പറ്റാത്തവർക്കും ഇനി കാണാതെ ഇരിക്കുന്നവർക്ക് കാണണമെന്നുണ്ടെങ്കിലും ചെടികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പം ഞാൻ എന്തായാലും കണ്ടു, അതുകൊണ്ട് നിങ്ങളെയും കൂടിയും കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം 100 രൂപ ടിക്കറ്റ് ചാർജ് വരണം. പക്ഷേ 100 രൂപ ടിക്കറ്റ് ചാർജിൻ്റെ അല്ല, ഇതൊരു അത്ഭുതം തന്നെയാണ്. അത്രമാത്രം ചെടികളാണ് കേട്ടോ. എന്ത് രസം ഇതൊക്കെ കാണാനായിട്ട്. എല്ലാം വാങ്ങാൻ വേണ്ടി നമുക്ക് തോന്നും. ഇതെന്താണെന്നറിയോ, ഇത് മുളകിലാണ് ചെയ്തേക്കുന്നത്. ഇത് ചെയ്തവൻ എന്തായാലും ഒരു അവാർഡ് കൊടുക്കണം, കാര്യം അത്രയ്ക്ക് ഭംഗിയുണ്ട്. ഇത് ഫുൾ മുളകാണ് കേട്ടോ, നമ്മുടെ വറ്റൽ മുളകാണ്. പിന്നെ അതാ ചെടികൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പൂക്കളുള്ള ചെടികളൊക്കെയാണ്. എല്ലാ ചെടികളുടെയും പേര് അതിൻ്റെ നടുഭാഗത്തോ എൻഡിലോ ഒക്കെ അവർ എഴുതിയിട്ടുണ്ടാവും. ഈ ഒരു ഇനത്തിൽപ്പെട്ട ചെടിയാണെന്നുള്ളത് അവർ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതൊക്കെ വായിച്ച് മനസ്സിലാക്കി പോകാൻ പറ്റും. ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കുറേ ടൈപ്പ് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ എന്താ പറയുക, ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഉണങ്ങിയ ഒരു പൂ പോലെയില്ല, നമ്മൾ ഊട്ടിപ്പൂ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ തോന്നും. പക്ഷെ അല്ല കേട്ടോ, ഉണങ്ങിയതല്ല, നല്ല ഒറിജിനൽ പൂവാണ്. ഇതിൻ്റെ ഒരു കളറാണ് ഇങ്ങനെ ഈ ഒരു ടൈപ്പിൽ വരുന്നത്. പിന്നെ ഓർക്കിഡ് പല സ്ഥലങ്ങളിലായിട്ട് ഓർക്കിഡിൻ്റെ ഒരു നിര ലാസ്റ്റ് വരുന്നുണ്ട്. പക്ഷേ ഇത് ഇടയ്ക്കിടയ്ക്ക് അവർ ഓർക്കിഡ് പോലത്തെ സംഭവം പിടിപ്പിച്ചിട്ടുണ്ട്. അതാണ് സംഭവം. ഇതാണ് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത്. ഇതിലെ ഒരു പിങ്ക് പോലെ കലർന്ന് വരുന്ന ഒരു പൂവുണ്ട് കേട്ടോ, വൈറ്റും പിങ്കും കൂടി കലർന്നിട്ടുള്ളത്. അത് ഭയങ്കര സൂപ്പറാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. നമ്മൾ തോടിൽ മറ്റേ അങ്ങനെയൊക്കെയില്ല, തോട് എന്ന് പറയത്തില്ല, അവിടെയൊക്കെ എൻഡിലൊക്കെ പിടിച്ചു കിടക്കുന്ന സംഭവമാണ്. ഞങ്ങൾ എപ്പോഴും ഇത് പറിച്ചുകൊണ്ട് വന്ന് കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് നോക്കുമ്പോൾ അതിൻ്റെ അതേപോലത്തെ ഒരു ഇത് വരും. ഈ പൂവാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പൂവാണിത്. പിന്നെ ഇവിടെ കുറച്ച് ഫോട്ടോ സെഷൻസൊക്കെ ഉണ്ട്. ഫോട്ടോയൊക്കെ എടുക്കാൻ നമ്മൾ ചിലപ്പോൾ തോന്നും പൂക്കളുടെയൊക്കെ ഫ്രണ്ടിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ടൊരു വെർഷനിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും വിദേശത്തൊക്കെ പോയി നിൽക്കുകയെന്നൊക്കെ തോന്നും നമുക്ക്. അങ്ങനെ ഇത് പിന്നെ ഫ്ലവറിൻ്റെ കുറേ ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഒറിജിനലാണെന്ന് കണ്ടാൽ പറയുമോ, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഫ്ലവറൊക്കെ എന്താ പറയുക കൊണ്ട് പിടിപ്പിച്ചേക്കണേന്ന് തോന്നും. പക്ഷേ എല്ലാം ഒറിജിനലാണ്. നമുക്ക് വാങ്ങാൻ കിട്ടും, പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റും കേട്ടോ. ഇഷ്ടമുള്ള ചെടി നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. അതാണ് ഇതിൻ്റെ വേറെ സംഭവം. അല്ല, ഇത് നമ്മളെ കാണിക്കാൻ വേണ്ടി മാത്രമല്ല, വിൽപ്പന എന്നുള്ളൊരു സംഭവം കൂടി ഉണ്ട്. അപ്പോൾ ചെടികളെ ഇഷ്ടപ്പെടുകയും വളർത്തുകയൊക്കെ ചെയ്യുന്നവർക്ക് ഇഷ്ടമുള്ള ചെടികളൊക്കെ മേടിക്കാം. അങ്ങനെയുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു കലാപരിപാടിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. ഇതിൻ്റെ സെറ്റിങ്സ്, ഇത് പിടിപ്പിച്ചേക്കുന്ന രീതി, നമ്മളിങ്ങനെ കടന്നു പോകുന്ന വഴികളിൽ വളഞ്ഞ് ഇങ്ങനെ ചെയ്തേക്കുന്ന ആ ഒരു രീതിയൊക്കെ ഭയങ്കര സൂപ്പറാണ്. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ നമ്മൾ റിസോർട്ട്, വലിയ വലിയ ഹോട്ടൽസ്, 5 സ്റ്റാർ ഹോട്ടൽസ്, അല്ലെങ്കിൽ വലിയ നമ്മുടെയൊക്കെ വീടുകളിൽ തന്നെയാണെങ്കിലും പിടിപ്പിക്കാം. ഇത് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ആദ്യം കൊടങ്ങലാണെന്ന് തോന്നി കേട്ടോ. പിന്നെ അടുത്ത് ചെന്ന് നോക്കുമ്പോഴാണ് കൊടങ്ങലല്ല എന്ന് മനസ്സിലായത്. ഇതും അടിപൊളിയാണ്. പിന്നെ ബനിയൻ ട്രീസ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് കൊടങ്ങലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അടുത്ത് നെക്സ്റ്റ് ഞാൻ കൊടങ്ങൽ കണ്ടു കേട്ടോ. ഇവിടെ ഒരു ഭഗവാന്റെ വിഗ്രഹം തൂങ്ങിക്കിടപ്പുണ്ട്. അത് നെക്സ്റ്റ് കാണാൻ പറ്റുന്നില്ല. എടുത്തിട്ട് അവിടെ ഇങ്ങനെ ഊഞ്ഞാൽ പോലെ ഇങ്ങനെ ആട്ടി ഇട്ടിട്ടുണ്ട് ഭഗവാന്റെ ഒരു വിഗ്രഹം. ഏത് ഭഗവാനാണെന്ന് അറിയാൻ പറ്റിയിട്ടില്ല. ഇത് എന്താണ് നമ്മുടെ പിന്നെ ഫിഷ് ടാങ്കാണ്. നല്ല അടിപൊളിയായിട്ട് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്നതല്ലേ, എന്തായാലും അതും സൂപ്പറായിരുന്നു. പിന്നെ ബനിയൻ ട്രീസൊക്കെയാണ് കേട്ടോ. പിന്നെ ട്രീസൊക്കെയാണ് കൂടുതലും, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഇനി ഇങ്ങോട്ട്. എന്നാലും ചെടികളും ഉണ്ട് കേട്ടോ. പിന്നെ ടെറാക്കോട്ട, ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ, ഭയങ്കര സൂപ്പറാണ്. എന്ത് രസമാണ് ഇത് ചെയ്തേക്കണേന്ന് അറിയാമോ. എനിക്കിതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നി കേട്ടോ. ഭയങ്കര രസമുണ്ട്, നോക്കിക്കേ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇത് ടെറാക്കോട്ട, അതിലാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഒരു സംഭവം. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇത് കാണാനായിട്ട്. ഭയങ്കര രസമാണ് എന്തായാലും. പിന്നെ നമ്മൾ ഇനി കടന്നു പോകുന്ന സെക്ഷൻ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വലിയ മരങ്ങളായിട്ട് വളർത്തുന്നവർക്കൊക്കെ അങ്ങനെയുണ്ട്. ആ ഒരു രീതിയിൽ എനിക്കിഷ്ടപ്പെട്ടതെന്നൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ എടുത്ത് കാണിച്ചു തരുന്നത്, ഒരുപാട് ഇഷ്ടപ്പെട്ടതൊക്കെ. പിന്നെ നമ്മുടെ അത്തപ്പൂക്കളത്തിൻ്റെ മോഡലിൽ നല്ല കിട്ടിലൊരു പിന്നെ പൂവിൻ്റെ അറേഞ്ച്മെൻറ്റ്സാണ്, ചെടിയുടെ അറേഞ്ച്മെൻറ്റ്സാണ്. അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറേ ചെയ്തിട്ടുണ്ട്. അത്തപ്പൂക്കളത്തിൻ്റെ മോഡൽ കുറേ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു. ഇത് ഭയങ്കര സൂപ്പറാണ്. വെറൈറ്റി ചെടികളൊക്കെയാണ്. അപ്പോൾ എന്തായാലും പിന്നെ ഓർക്കിഡിൻ്റെ സെക്ഷൻ ആ സൈഡിൽ കണ്ടോ, വാളിൽ നിറച്ചും ഓർക്കിഡാണ് കേട്ടോ. കംപ്ലീറ്റ് ഓർക്കിഡാണ്. അത് കുറേ ഉണ്ട് സത്യത്തിൽ.
അടിപൊളിയാണ്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഗ്രാൻഡ് വേള പായസം അങ്ങനെ കുറേ ഷോപ്പുകൾ, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകൾ, ഓർണമെൻറ്റ്സും എല്ലാം ഉണ്ട്. ഞാൻ പായസം മേടിച്ചോട്ടെ. പിന്നെ ഇത് എൻ്റെ ഒരു കലാപരിപാടിയായിരുന്നു. ഇതിലേതെങ്കിലും ഹോർലിക്സോ ബിസ്ക്കറ്റോ എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റുമെന്ന് ഞാൻ വിചാരിച്ചു. 50 രൂപ കൊടുത്ത് ഞാൻ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഗാനമേളയൊക്കെ നടക്കുന്നുണ്ട്. ശരിയായിരുന്നു. ഒറ്റ തുന്നം പാടി ഞാൻ. പാട്ട് കേട്ടൊക്കെ ആസ്വദിച്ച് ഇപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞേക്കും. ഏതെങ്കിലും ഒന്ന് പിടിച്ചെടുക്കാമെന്ന് ഞാൻ വിചാരിച്ച കേട്ടോ. ജസ്റ്റ് മിസ്സായി പോയതൊക്കെ ഉണ്ട് കേട്ടോ സത്യത്തിൽ. നാണം കെട്ട് വാരിഞ്ഞ് ആ ഗാനമേള കാണാതിരിക്കുന്ന എല്ലാവരും കാണും. ഞാൻ തോറ്റു ആരെങ്കിലും നോക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ചിരി വന്നു. കഴിഞ്ഞു. തോറ്റ പോരാളിയാണ് ഞാൻ. പൊരുതി തോറ്റു. പിന്നെ പായസം കൊണ്ടൊന്ന് കുടിച്ചു. ഓ സൂപ്പർ മാങ്ങാ പായസം ഉണ്ട് കേട്ടോ. ഞാൻ മേടിച്ച മാങ്ങാ പായസം എൻ്റെ പൊന്നെ എന്നാ ടേസ്റ്റ് ആയിരുന്നു മാങ്ങാ പായസം. ഇതുവരെ കഴിച്ചിട്ടില്ല അത്. അപ്പോൾ ശരി ടാറ്റ. ഇതൊക്കെ കാണുമെന്നുള്ളൊരു പൊക്കോ.